ഇന്ന് വിദ്യാർത്ഥികൾ അടങ്ങുന്ന സമൂഹം നമ്മുടെ ദേശത്തോട് കൂറ് കാണിക്കുന്നതിനേക്കാൾ ഉപരി മറ്റു ദേശങ്ങളോടും അവരുടെ സംഭവങ്ങളോടും സാധനങ്ങളോടും ഒരുപാട് കൂറ് കാണിക്കുകയും അതിൽ അഭിമാനം കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് ഞാൻ അടങ്ങുന്ന ഒരുപാട് പേർ അടങ്ങുന്നത്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ ദേശീയതയെക്കുറിച്ചും ആ ഒരു രീതിയിൽ ദേശീയത വളർത്തേണ്ടത് അനിവാര്യതയല്ലേ? അങ്ങനെയാണെങ്കിൽ അഭിമാനം അർഹിക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ആ ദേശീയത വളർത്താൻ കഴിയുമെന്നാണ് സാർ എന്റെ ചോദ്യം. ഒരു ദേശീയതയുടെ പ്രചരണമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ ദേശത്തെക്കാൾ അന്യദേശത്തോട് കൂറ് പുലർത്തുന്നു. അത് ഒരു പ്രതീതിയാണ്. ആരാണ് ഇങ്ങനെ കൂറ് പുലർത്തുന്നത്? ഏതാണ് അന്യദേശം? സാർവദേശീയതയുടെ മണ്ഡലത്തിൽ അന്യദേശമില്ല. എല്ലാം ഈ ഭൂമിയാണ്. അവിടെ ഒരു അപരനെ സൃഷ്ടിക്കുക എന്നതാണ് ദേശീയതയുടെ പ്രശ്നം. ഇപ്പോ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോ എന്താണ് പറയുന്നത്? അവിടെ പൗരത്വം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം, അവരാണ് ഈ രാജ്യത്തിന്റെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം, അതുകൊണ്ട് അവരെ ഞങ്ങൾ പരിമിതപ്പെടുത്താൻ പോവാണ്. ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി അവരാണ് ശത്രുക്കൾ എന്ന് പഠിപ്പിക്കാനാണ് ദേശീയത ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. സാർവദേശീയതയിൽ അവരില്ല, അന്യ ദേശങ്ങളുമില്ല. അവിടെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ സാഹോദര്യത്തോടെ പുലരണം എന്ന ആഗ്രഹമാണ്. ഇപ്പോ പാബ്ലോ നെരൂദ എന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ കാവ്യവസന്തമായിരുന്ന നെരൂദയുടെ കവിതയുടെ ആദ്യത്തെ വരി, നീ അറിയപ്പെടാത്ത മനുഷ്യരുമായി എനിക്ക് സാഹോദര്യം നൽകി എന്നാണ്. അറിയപ്പെടാത്ത മനുഷ്യർ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ, അവരെല്ലാം സഹോദരങ്ങളാണെന്ന ബോധ്യം നീ എനിക്ക് പകർന്നു നൽകി എന്നാണ്. നീ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അംഗമായ പാർട്ടിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ സാഹോദര്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ സാഹോദര്യത്തിന്റെ ഒരു കാലം പുലരണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ദേശീയത സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, ദേശീയതയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നാം സംസാരിച്ചു തുടങ്ങുന്നത്. നമ്മുടെ രാജ്യത്തെക്കാൾ കൂടുതൽ മറ്റൊരു രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ശത്രുതയുടെ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഞാൻ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. സംഘടിതമായ സ്വാർത്ഥം എന്ന വാക്ക് പവനൻ ഉപയോഗിച്ചത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഞാൻ പിന്നെയും ഞാൻ, എന്റെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്റെ രാജ്യം. ഞാൻ എന്റെ രാജ്യം. ഇപ്പോ 2013 നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ദീർഘദൂര ഓട്ട മത്സരം ഉണ്ടായിരുന്നു. ആ ഓട്ട മത്സരത്തിൽ ഒന്നാമനായി ഓടിയെത്തിയത് ഒരു കെനിയൻ ദീർഘദൂര ഓട്ടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആബേൽ കിപ്രോപ്പ് മുത്തായി എന്നാണ്. അദ്ദേഹമാണ് ഒന്നാമനായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. അദ്ദേഹത്തിന്റെ പുറകിൽ രണ്ടാമനായി ഓടി വരുന്ന ഒരാൾ, അദ്ദേഹം ഒരു സ്പാനിഷ് താരമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇവാൻ ഫെർണാണ്ടോ സനായ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം രണ്ടാമനായിട്ട് വരുന്നു, കെനിയൻ താരം ഒന്നാമനായിട്ട് വരുന്നു. ദീർഘദൂര ഓട്ടമാണ്. അപ്പൊ ഫിനിഷിംഗ് പോയിന്റിനോട് അടുത്തെത്തുകയാണ്. അപ്പോ ഒന്നാമനായി ഓടി വരുന്ന കെനിയൻ താരം മുത്തായി ഫിനിഷ് ചെയ്യേണ്ട ആ പോയിന്റ്, ആ മാർക്ക് ഇട്ടത് അദ്ദേഹത്തിന് ഒരു ആശയക്കുഴപ്പമുണ്ടായി. അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. അപ്പൊ യഥാർത്ഥ ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം ഓട്ടം നിർത്തി. അദ്ദേഹം ധരിച്ചത് ഞാൻ ഫിനിഷിംഗ് പോയിന്റ് എത്തി എന്നാണ്, ഞാൻ ജയിച്ചു എന്നാണ്. അപ്പൊ തൊട്ട് പുറകിൽ വരുന്ന സ്പാനിഷ് താരം ഇവാൻ ഫെർണാണ്ടോ സനയയ്ക്ക് അനായാസം ഓടി ഒന്നാമനായിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഈ ഓട്ടം നിർത്തിയ സഹതാരത്തോട്, നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ടില്ല, നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകൂ, എത്തിയിട്ടില്ല, വിളിച്ചു പറയുകയാണ്. ഇയാൾ ലോകം ശ്രദ്ധിക്കുന്ന ഒരു മത്സരത്തിൽ ഒന്നാമനാകാനുള്ള ഒരു അവസരം മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എത്തിയിട്ടില്ല, ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ടില്ല എന്ന് പറയും. പക്ഷെ സ്പാനിഷിലാണ് പറയുന്നത്. കെനിയയിൽ ഭാഷ വേറെയാണ്. അപ്പൊ സ്വാഹിലിയോ മറ്റോണ് അദ്ദേഹത്തിന്റെ ഭാഷ. അദ്ദേഹത്തെ ഒന്നും മനസ്സിലാകുന്നില്ല, ഇയാൾ എന്താണ് പറയുന്നത് അറിയുന്നേയില്ല. അപ്പൊ അദ്ദേഹം സാവധാനത്തിൽ നടക്കുകയാണ്. അപ്പൊ ഇവാൻ ഫെർണാണ്ടോ സനയ ഈ കിപ്രോപ്പ് മുത്തായിയെ ബലമായി പിടിച്ച് തള്ളുകയാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക്. അയാൾ ആ തള്ളലിന്റെ ശക്തിയിൽ ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നാമനായിട്ട് എത്തി. അങ്ങനെ ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് കെനിയൻ താരം തന്നെ അർഹനായി. പക്ഷെ അത് സ്പെയിനിൽ ഒരുപാട് ദേശീയവാദികളെ അലോസരപ്പെടുത്തി. സ്പെയിന് ജയിക്കാനുള്ള ഒരു ചാൻസ് കളഞ്ഞു കൊടുത്തു ഈ രാജ്യദ്രോഹി കാരണം എന്ന് വലിയ ആക്ഷേപങ്ങൾ ഫെർണാണ്ടോ സനയയ്ക്ക് രാജ്യത്ത് നേരിടേണ്ടതായി വന്നു. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ വളരെ ആവേശകരമായ ഒരു മറുപടിയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ അമ്മയ്ക്ക് എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യമല്ല ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ പ്രവൃത്തി അങ്ങനെ ചെയ്തത് ഒരു ദേശദ്രോഹമാണ്, ഒരു രാജ്യദ്രോഹമാണ് എന്ന വാദഗതി സ്പെയിനിൽ ശക്തമായിരുന്നു, അതിശക്തം. അതിന്റെ പേരാണ് ദേശീയത. എന്നാൽ അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ സഹതാരത്തെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് തള്ളിയിട്ട ആ തള്ളലിന്റെ പേരാണ് സാർവദേശീയത.